ഹായ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എങ്ങനെ നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ എന്താണ് അവിടെ? ഇവിടെ പറഞ്ഞാൽ ഒക്കെ ഹോസ്പിറ്റൽ കേസാണ് കേട്ടോ. എനിക്കും വയ്യ, അയ്യാൻകുട്ടിക്കും വയ്യ. ഒരു 3-4 ദിവസമായിട്ട് അടുപ്പിച്ച് ഹോസ്പിറ്റലിൽ പോക്ക് തന്നെയാണ്. അപ്പോൾ അത് എപ്പോഴൊക്കെ എടുത്ത കുറച്ച് വീഡിയോ ഒക്കെ ഉണ്ട് കേട്ടോ. നോമ്പ് 4ൻ്റെ എടുത്ത കുറച്ച് വീഡിയോ ആണ്. അപ്പോൾ അത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. വോയിസ് കൊടുക്കാനൊന്നും തീരെ വയ്യ, ചുമ മാറണില്ല കേട്ടോ. പിന്നെ എനിക്ക് പറ്റിയ ഇന്ന് ഹോസ്പിറ്റലിലേക്ക് പോകണം. നോമ്പൊക്കെ തുറന്നിട്ടൊന്ന് ഹോസ്പിറ്റലിലേക്ക് പോകണം. ഇടയ്ക്കിടയ്ക്ക് ഒരു മഴയൊക്കെ ഉണ്ട്. അപ്പോൾ നോമ്പ് തുറന്ന് നമ്മൾ ഈ തണുത്ത വെള്ളമൊക്കെ കുടിച്ചിട്ടായിരിക്കും തോന്നുന്നുണ്ട് കേട്ടോ. ചുമയൊക്കെ ഉണ്ട്. അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്ക്. അപ്പോൾ എന്നും വീഡിയോ ഇടാത്തത് കൊണ്ട് എങ്ങനെ വോയിസ് കൊടുക്കണം, വീഡിയോ എടുക്കണതിൻ്റെ ഒരു പ്ലാനിങ് ഒന്നും കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ വീഡിയോ ഒക്കെ ഒപ്പിച്ച് തട്ടിക്കൂട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്നപ്പോൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാസ്ത ഉണ്ടാക്കാനാണ് കേട്ടോ. വൈറ്റ് സോസ് പാസ്ത ഉണ്ടല്ലോ, അത് ഉണ്ടാക്കാനാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാനിതാ ഒരു പാനൊക്കെ അടുപ്പിൽ വെച്ച് കൊടുത്ത് ആദ്യം കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം കുറച്ച് മൈദ മാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ കുറച്ച് പാലിട്ട്, തിളപ്പിച്ചാറിയ പാലാണ്, അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ പാസ്ത ഉണ്ടാക്കുമ്പോൾ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ്. നമ്മളിങ്ങനെ ചുവപ്പ് കളറിലെല്ലാ മസാലകളും കൂടി ചേർത്തുണ്ടാക്കുമ്പോൾ അവരധികം കഴിക്കില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള പാസ്തയാണ് ഇഷ്ടം. അപ്പോൾ അത് പാസ്തയൊക്കെ ഞാനൊന്ന് തിളപ്പിച്ച് വേവിച്ചൂറ്റിയിട്ട് എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പാസ്ത തിളപ്പിച്ചൂറ്റിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ കുറച്ച് ഡിലീറ്റൊക്കെ ചെയ്യുമ്പോൾ അറിയാതെ ആ വീഡിയോയും അതൊന്ന് ഡിലീറ്റായി പോയി കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ അതൊക്കെ തിളപ്പിച്ചൂറ്റി വെച്ചതാണ്. പിന്നെ അതിലിട്ടിട്ടൊന്ന് നല്ലപോലെ ഇളക്കിയതിന് ശേഷം, ഇത് പാസ്ത തിളപ്പിച്ചൂറ്റിയ വെള്ളം തന്നെയാണ് കേട്ടോ. കുറച്ച് വെള്ളത്തിൻ്റെ ഒരു കുറവ് പോലെ തോന്നിയിട്ടാ, ഒന്ന് കട്ടി പോലെ തോന്നിയപ്പോൾ ഞാൻ ആ വെള്ളം കൂടെ അതിലേക്ക് ഞാൻ എന്താ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വേറൊരു പാൻ അടുപ്പിൽ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് എന്താ കുറച്ച് ഞാൻ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബട്ടർ വേണമെങ്കിൽ അതും ഇടാം കേട്ടോ. പിന്നെ ഞാൻ രണ്ടാമത് ഞാൻ ചെയ്യുമ്പോൾ ഞാൻ കുറച്ച് ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ബട്ടറിൻ്റെ മണം ഒരുപാട് ഇഷ്ടമല്ല കേട്ടോ, അതുകൊണ്ടാണ് രണ്ടാമത് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് കുറച്ച് സബോള, പിന്നെ ഇത് ക്യാരറ്റ്, ക്യാപ്സിക്കം കേട്ടോ, ഇത് മൂന്നും കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഒന്നിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ സമയം എൻ്റെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് മറക്കാതെ ലൈക്ക് ചെയ്യണം. പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണം കേട്ടോ. പിന്നെ കഴിഞ്ഞ വീഡിയോയ്ക്ക് തന്ന കമൻറ്റിന് ലൈക്കിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാല പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതൊക്കെ നല്ലപോലെ ഇളക്കിയതിന് ശേഷം ആ മിക്സ് ഞാൻ ഇതിലേക്ക് ഈ പാസ്തയിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുന്നത്. അതിന് ശേഷം കുറച്ച് ഉണക്കമുളക് ചതച്ചെടുത്തതാണ് കേട്ടോ, അതും കൂടെ അതിൻ്റെ മേതെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എരിവ് ഒരുപാട് ഇഷ്ടമുള്ളവർക്ക് കുറച്ച് കൂടുതലിടാം. ഞാനിപ്പോൾ ഇത് കുറച്ച് നേരത്തെയാണ് ഉണ്ടാക്കി വെച്ചത്. അപ്പോൾ നോമ്പ് തുറക്കുമ്പോൾ ചൂട്ടോടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അത് വേറൊരു സ്റ്റീലിൻ്റെ ചരുവത്തിലാക്കിയിട്ട് റൈസ് കുക്കറിൽ ഇറക്കി വെച്ച് മൂടി വെച്ചതാണ് കേട്ടോ. അപ്പോൾ നോമ്പ് തുറക്കണ നേരത്ത് നല്ല ചൂട്ടോടെ തന്നെ കിട്ടി. അപ്പോൾ ഇങ്ങനെ റൈസ് കുക്കറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഉപകാരമാണ് കേട്ടോ. ചോറ് വയ്ക്കാൻ മാത്രമല്ല, ഇതുപോലെ നമുക്ക് എന്ത് ചൂടുള്ള സാധനം ഇറക്കി വെച്ചാൽ കഴിക്കണ നേരത്തെ എടുക്കുമ്പോൾ നല്ല ചൂടായിട്ട് കിട്ടും കേട്ടോ. ഇത് പിന്നെ ഒരു ബ്രെഡിൻ്റെ സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് കുറച്ച് സവോളയും ക്യാരറ്റും ക്യാപ്സിക്കവും മല്ലിയിലയും കറിവേപ്പിലയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ കുറച്ച് കുരുമുളക് പൊടി, പിന്നെ അത് കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കുറച്ച് ബീഫ് വേവിച്ചതിൻ്റെ പീസാണ് കേട്ടോ. ഉപ്പും മഞ്ഞളും ഇട്ട് ബീഫൊക്കെ വേവിച്ചതിൻ്റെ പീസാണ്. അത് കുറച്ച് എടുത്തിട്ട് ചെറുതായിട്ടൊക്കെ ഒന്ന് പൊടിച്ചിട്ട് അതും കൂടെ അതിൽ ചേർത്ത്. കുറച്ച് ദിവസം മുന്നേ ഇവിടെ ബീഫ് എടുത്തിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് മസാലയൊക്കെ ഇടുന്നതിന് മുമ്പ് തന്നെ കുറച്ച് പീസ് മാറ്റി വെച്ചതാണ് കേട്ടോ. ഇതുപോലെ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കാമെന്ന് വെച്ചിട്ട്. മസാലയൊക്കെ വാടി വന്നതിന് ശേഷമാണ് കേട്ടോ തക്കാളി ഇടുന്ന കാര്യം ഓർമ്മ വന്നത്. പിന്നെ വേഗം ഒരു ചെറിയ തക്കാളി എടുത്ത് ചെറുതാക്കി മുറിച്ചിട്ട് അതും കൂടെ അതിൽ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതൊരു ബൗളിലേക്ക് 2-3 കോഴിമുട്ടയൊക്കെ ഒന്ന് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. പിന്നെ അത് കുറച്ച് പാലും കൂടെ ഒഴിക്കുകയാണ് കേട്ടോ. പിന്നെ അത് കുറച്ച് മൈദപ്പൊടി ലേശം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കും. കുറച്ച് മല്ലിയിലയും കൂടി ചെറുതാക്കി മുറിച്ചിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ബ്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ബ്രെഡൊക്കെ ഒന്ന് വട്ടത്തിലൊക്കെ മുറിച്ച് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോയും മിസ്സായി പോയതാണ്. പിന്നെ അതാ കുറച്ച് പാന് വെച്ചിട്ട് ലേശം വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഒരു
ഒരുപാട് മുക്കി പൊരിക്കൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് മീൻ പൊരിക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മറിച്ചിട്ടിട്ട് ഒന്ന് പൊരിച്ചെടുത്താൽ മതി. ആദ്യം ഒരു പീസ് ബ്രെഡിൻ്റെ മേലെ കുറച്ച് മസാല വെച്ചിട്ട് കുറച്ച് മൈദ പേസ്റ്റ് ചുറ്റും റൗണ്ട് ചെയ്തിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കുകയാണ് കേട്ടോ. തേച്ച് കൊടുത്തിട്ട് വേറൊരു ബ്രെഡ് എടുത്തിട്ട് ഇതിൻ്റെ മീതെ വെച്ചിട്ട് ഞങ്ങൾ നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ ശരിക്കും അങ്ങോട്ട് ഒട്ടി അങ്ങോട്ട് കിട്ടും. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ചെയ്താൽ മതി. പിന്നെ നമ്മൾക്കൊരു വീഡിയോ ഒരു റെസിപ്പി കാണുമ്പോൾ നമുക്കറിയാലോ അതിൻ്റെ ഐഡിയകളൊക്കെ ഏകദേശം പിടികിട്ടുമല്ലോ അല്ലേ. അപ്പോൾ എല്ലാം അതുപോലെ ചെയ്തിട്ട് ഈ മുട്ടയുണ്ടല്ലോ, ഈ മുട്ടയിലൊക്കെ ഒന്നിങ്ങനെ മുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ചുറ്റും റൗണ്ട് ചെയ്തിട്ട് ഒന്ന് മുക്കിയെടുക്കും. എന്നിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ചെറുതായിട്ട് പെട്ടെന്ന് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മറിച്ചിട്ടിട്ട് ഒന്ന് മൊരിച്ചെടുക്കണം കേട്ടോ. ഒരുപാട് നേരം വെക്കണ്ട, കരിഞ്ഞു പോകും. കാരണം ഒരുപാട് അങ്ങോട്ട് വേകേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, കാരണം ഉള്ളിലുള്ള മസാലകളൊക്കെ ആദ്യം തന്നെ വെന്തതാണല്ലോ. പിന്നെ ഈ ബ്രെഡൊക്കെ ഒന്ന് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഇട്ട് ഒന്ന് മൊരിച്ചെടുക്കാമെന്ന് മാത്രം. അപ്പോൾ ഇതിങ്ങനെ രണ്ട് ഭാഗം മറിച്ചിട്ട് എടുത്തിട്ട് പിന്നെ അതിൻ്റെ സൈഡ് ഉണ്ടല്ലോ റൗണ്ട് ഭാഗം, അവിടെ കൂടെ ഒന്ന് ശരിക്കും ഒന്നിങ്ങോട്ട് മൊരിച്ചെടുക്കണം കേട്ടോ. അങ്ങനെ മെല്ലെ രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഞാനിതായി വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, അതേപോലെ അങ്ങോട്ട് അതും കൂടെ മൊരിച്ചെടുക്കണം. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും, ഒരുപാട് സമയവും വേണ്ട കേട്ടോ. നല്ല അടിപൊളി സ്നാക്സാണ്. നമുക്ക് ബ്രെഡ് പൊടിയൊന്നും വേണ്ട കേട്ടോ. ബ്രെഡ് പൊടി ഉണ്ടെങ്കിൽ അതും മുക്കാട്ടോ, അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അതുപോലെ കുറച്ച് മുട്ടയുണ്ടെങ്കിൽ അതിൽ മാത്രം അതുപോലെ ഇങ്ങനെ മുക്കിയെടുത്ത് പൊരിച്ചാൽ മതി കേട്ടോ. അപ്പോൾ കുറച്ച് ബ്രെഡും മുട്ടയുണ്ടെങ്കിലൊക്കെ പെട്ടെന്ന് നമുക്ക് ഈ സ്നാക്സൊക്കെ ഉണ്ടാക്കിയെടുക്കാം. വയസ്സ് കൊടുക്കുമ്പോഴൊക്കെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കേട്ടോ, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചുമ വരലും തൊണ്ടവേദനയൊക്കെ ആയിട്ട്. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇതുപോലെ അങ്ങോട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് റൗണ്ട് ചുറ്റും അങ്ങോട്ട് മൊരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഒരുപാട് നേരം മൊരിക്കൊന്നും വേണ്ട കേട്ടോ, ചെറിയ തീയിലിട്ടിട്ട് ഒന്നിങ്ങനെ റോൾ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി സ്നാക്സ് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും, ഒരുപാട് സമയമൊന്നും വേണ്ട. പിന്നെ ഇറച്ചി മീൻ മുട്ടയില്ലെങ്കിലും വെറുതെ ഒരു മസാല ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഒക്കെ നമ്മുടെ ഒരു ഐഡിയ പോലെ അങ്ങോട്ട് ചെയ്തെടുക്കുക തന്നെ. അങ്ങനെ ബ്രെഡ് പൊരിച്ച മസാല ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അടുത്തത് ഒരു മിക്സ്ഡ് ഫ്രൂട്ട്സ് പറഞ്ഞിട്ട് ഒരു സംഭവം കേട്ടോ, അത് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇതാ കുറച്ച് ചെറുപഴമാണ് കേട്ടോ, അതൊക്കെ ചെറുതാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ തന്നെ കുറച്ച് പാല് കാച്ചിയിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ഏത് പഴത്തിൽ വേണമെങ്കിൽ ഉണ്ടാക്കാം. നല്ല പഴുത്ത നേന്ത്രപ്പഴമാണെങ്കിൽ അതാണെങ്കിലും അതിലും ഉണ്ടാക്കാം കേട്ടോ. ഇഷ്ടമുള്ള പഴമൊക്കെ എടുക്കാം. അപ്പോൾ ഞാനതൊരു 4-5 പഴമൊക്കെ എടുത്തിട്ടുണ്ട്, കണക്കൊന്നും നോക്കിയിട്ടുണ്ട്. പിന്നെ അത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ആദ്യം കുറച്ച് പാലും പിന്നെ ലേശം പഞ്ചസാര കേട്ടോ. അപ്പോൾ നമുക്ക് പഞ്ചസാരയ്ക്ക് പകരം മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ അതും ഒഴിച്ച് കൊടുക്കാം കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ മിൽക്ക് മെയ്ഡൊന്നും ചേർത്തിട്ടില്ല, കുറച്ച് പഞ്ചസാര ഇട്ട് ലേശം പാലും ഒഴിച്ച് നല്ലപോലെ അടിച്ചെടുത്തു. എന്നിട്ട് ബാക്കിയുള്ള പാലും കൂടെ അതിലിതാ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കപ്പോൾ പഞ്ചസാരയ്ക്ക് പകരം മധുരത്തിന് കുറച്ച് ഈന്തപ്പഴം വേണമെങ്കിലും ഇതിലിട്ട് അടിച്ചെടുക്കാം കേട്ടോ, അത് നല്ല ടേസ്റ്റാണ്. പിന്നെ അതാ കുറച്ച് ഫ്രൂട്ട്സുകളൊക്കെ ഇതിലിടുന്നുണ്ട്. ആദ്യം ഒരു നേന്ത്രപ്പഴം മുറിച്ചിട്ടു, പിന്നെ കുറച്ച് നല്ല മധുരമുള്ള പച്ചമുന്തിരി, പിന്നെ അനാറ്, പിന്നെ ഒരു ചെറിയതുണ്ട് ആപ്പിൾ കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് ഈന്തപ്പഴം മുറിച്ചത് അതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം. ഞാൻ അതിന് പകരം കുറച്ച് നിലക്കടലയാണ് കേട്ടോ അതിലിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബദാമോ അണ്ടിപ്പരിപ്പോ പിസ്തയോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ നിലക്കടല മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടെ അങ്ങനെ അണ്ടിപ്പരിപ്പ് ബദാം പിസ്ത അതൊന്നും വാങ്ങി സ്റ്റോക്ക് ചെയ്യൊന്നുമില്ല. നമ്മളൊക്കെ നിലക്കടലേനെ അധികം മേടിക്കുള്ളൂ. അപ്പോൾ ആ നിലക്കടല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നന്നാരി സർബത്താണ് കേട്ടോ, അതും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് കുറച്ച് കസകസ് വെള്ളത്തിലിട്ടതാണ്, അതും കൂടെ അതിലിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഐസ് ക്യൂബും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്ക് തണുപ്പിന് ആവശ്യത്തിനുള്ള ഐസ് ക്യൂബും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ മിൽക്ക് മെയ്ഡ് ഐസ്ക്രീം അങ്ങനെ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം, നല്ല ടേസ്റ്റാണ്. അങ്ങനെ ആ മിക്സഡൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നോമ്പ് തുറക്കേണ്ട സമയമൊക്കെ ഏകദേശം എല്ലാം മേശപ്പുറത്ത് കൊണ്ട് വെച്ചു. പിന്നെ ഈ മുന്തിരി തണ്ണിമത്തനൊന്നും ആരും കഴിക്കുമൊന്നുമില്ല. പിന്നെ ഒരു വീഡിയോ ഒക്കെ എടുക്കല്ലേ എന്ന് പറഞ്ഞിട്ട് എല്ലാം അവിടെ കൊണ്ടുവന്ന് വെച്ചതാണ്. അപ്പോൾ ഈ ഫ്രൂട്ട്സിൻ്റെ മിക്സഡൊക്കെ ഉണ്ടല്ലോ, ഇത് കുടിച്ചപ്പോൾ തന്നെ വയറൊക്കെ നല്ലപോലെ നിറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ ബ്രെഡ് കട്ട്ലേറ്റ് എന്ന് അങ്ങനെ എന്ത് പേര് വേണമെങ്കിലും അതിന് പറയാം കേട്ടോ. അങ്ങനെ അതും ഈ തണ്ണിമത്തൻ മുന്തിരി അങ്ങനെ എല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് സഹകരിച്ചതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ്. ഇവിടെ നോമ്പ് തുറക്കുന്ന നേരമൊക്കെ ആകുമ്പോൾ എല്ലാ ഭാഗത്തും ക്വാർട്ടേഴ്സിനും ഓരോരുത്തരും ഇങ്ങനെ അവിടുത്തെ എണ്ണക്കടികളൊക്കെ ഇങ്ങോട്ടും അങ്ങോട്ടൊക്കെ കൈമാറലൊക്കെ ഉണ്ട് കേട്ടോ. അതൊരു രസമാണല്ലോ, അതൊരു സുഖമാണല്ലോ അല്ലേ. എന്താണെങ്കിലും ഉണ്ടാക്കിയതിൻ്റെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കുന്നത് കാര്യങ്ങളൊക്കെ സന്തോഷമുള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ ഇതാ നോമ്പ് തുറക്കേണ്ട സമയമൊക്കെ ആയി. അപ്പോൾ ഇങ്ങനത്തെ മിക്സഡ് ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കിക്കോട്ടെ, നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല ഇഷ്ടമായിട്ടാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ല, ഇതൊക്കെ ഓരോ വീഡിയോയിലും ഷോർട്ട് വീഡിയോയിലൊക്കെ കാണുന്നതാണ്. എൻ്റെ സ്വന്തം റെസിപ്പിയൊന്നുമല്ല. അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. പിന്നെ അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ പിന്നെ ഞാൻ തരികാച്ചിൽ അങ്ങനെയൊന്നും ചെയ്തില്ല. അപ്പോൾ ഇതൊക്കെ അടുപ്പിച്ച് കുടിച്ചത് കൊണ്ടായിരിക്കും അപ്പോൾ നല്ല തൊണ്ടയ്ക്ക് പണിയൊക്കെ കിട്ടിയിട്ടുള്ളത് കേട്ടോ, തൊണ്ടവേദനയും ജലദോഷമൊക്കെ ആയിട്ട്. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.